മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ദൈവവും ചെകുത്താനും കൂടെ ഒരു സംഭാഷണമുണ്ടായി, ഒരു സംസാരമുണ്ടായി. ദൈവം ചെകുത്താനോട് പറഞ്ഞു, ഇനി നിൻ്റെ അഭ്യാസമൊന്നും എൻ്റെ മനുഷ്യരുടെ അടുത്ത് നടക്കില്ല. കാരണം ഈ ചെകുത്താനാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. അതായത് ചെകുത്താൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതായത് വഴിതെറ്റിപ്പോകുന്ന മനുഷ്യർ, അതായത് ലക്ഷ്യം നേടാൻ കഴിയാതെ പോകുന്നവർ, വഴിതെറ്റിപ്പോകുന്നവർ എല്ലാം തന്നെ അതെല്ലാം ചെകുത്താൻ്റെ കരങ്ങളാണ്, അല്ലെങ്കിൽ ചെകുത്താൻ്റെ പ്രവർത്തനങ്ങളാണെന്നാണ് അണുവയ്പ്പ്. അപ്പം ദൈവം പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ പരിപാടിയൊന്നും എൻ്റെ മനുഷ്യരോട് നടക്കില്ല. അപ്പം ചെകുത്താൻ ചോദിച്ചു, എന്താണോ കാര്യം? അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ മനുഷ്യർക്ക് ഒരു വരം കൊടുത്തു, ഒരു ശക്തമായ വരം കൊടുത്തു. ഇനി നിൻ്റെ അഭ്യാസം നടക്കില്ല. എന്താണ് വരമെന്ന് കേൾക്കട്ടെ. അപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതവന് ലഭിക്കും. അതാണ് ഞാൻ അവന് കൊടുത്ത വരം. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതവന് ലഭിക്കും. അതുകൊണ്ട് ഇനി നിൻ്റെ വേലത്തരമൊന്നും നിൻ്റെ പരിപാടിയൊന്നും മനുഷ്യൻ്റെ അടുത്ത് നടക്കില്ല. ഇത് കേട്ട് ചെകുത്താൻ ഞെട്ടുമെന്ന് കരുതി ചെകുത്താനെ നോക്കി ദൈവം ഞെട്ടിപ്പോയി. ചെകുത്താൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നത്? അല്ല, ഇനിയും ഞാൻ വിചാരിക്കുന്നത് തന്നെ നിൻ്റെ മനുഷ്യൻ നടപ്പാക്കും. നീ എത്ര വലിയ വരം കൊടുത്താലും, അവൻ ചിന്തിക്കുന്നത് അവന് ലഭിക്കുമെന്ന വരം കൊടുത്താലും, ഞാൻ അവനെ കൊണ്ട് എൻ്റെ പരിപാടികൾ നടപ്പാക്കിക്കും. അപ്പോൾ ദൈവം വീണ്ടും ഞെട്ടി. അതെങ്ങനെയാണോവേ? അപ്പോൾ ചെകുത്താൻ പറഞ്ഞു, ഞാൻ എന്തു കൊടുക്കുന്നുവോ, ചെകുത്താൻ പറഞ്ഞു, ഞാൻ എന്തു കൊടുക്കുന്നുവോ അതാണ് നിൻ്റെ മനുഷ്യൻ ചിന്തിക്കുന്നത്. നന്നായി ചിന്തിക്കുക. നാമൊക്കെ പലപ്പോഴും കുട്ടിക്കാലം മുതൽ കേട്ടുകേൾവിയെ ആസ്പദമാക്കി, ചുറ്റുവട്ടത്ത് നിന്ന് കേട്ടുകേൾവിയെ ആസ്പദമാക്കി അപ്പോൾ തോന്നുന്നത് ചിന്തിക്കുകയാണ്. നാം ആരെങ്കിലും നമുക്കെന്താണോ വേണ്ടത് എന്ന് പ്ലാൻ ചെയ്താണോ നാം ചിന്തിക്കുന്നത്? അല്ല, നമുക്കെന്താണോ വേണ്ടത് എന്ന് പ്ലാൻ ചെയ്തല്ല ചിന്തിക്കുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്ന ടെക്നിക്കുകളാണ് നമ്മളെന്നാ പഠിച്ച അഫർമേഷൻ, അല്ലെങ്കിൽ ഓട്ടോ സജഷനും വിഷ്വലൈസേഷനും. കാരണം അത് ഐഡിയ ആയോ ഇമേജ് ആയോ നാം പ്ലാൻ ചെയ്ത് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നാം പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നു. ഞാൻ അഫർമേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് നാം പിന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് നാം പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്നു. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും അത് ഇമേജായി നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നതും ചിന്ത തന്നെയാണ്. ചിന്തയുടെ രണ്ട് രൂപങ്ങളാണ് ഐഡിയ ആൻഡ് ഇമേജ്. ഐഡിയയും ഇമേജും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ചിന്തകളാണ് അവിടെ സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പോൾ തോന്നുന്നത് ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. പല കാര്യങ്ങൾ കൊണ്ട്, ബാഹ്യമായ കാഴ്ചകളും കേൾവികളും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാത്തിൻ്റെയും ഫലമായി നമ്മുടെ തലയിൽ അപ്പോൾ തോന്നുന്ന ചിന്തകൾ, അതാണ് ചെകുത്താൻ തരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം. ചെകുത്താൻ നിന്നും തരുന്നതെന്നൊന്നും ഞാൻ സയൻറ്റിഫിക്കലി പറയുന്നില്ല, അതൊരു ആലങ്കാരിക കഥയാണ്. ഏതായാലും നിങ്ങൾക്ക് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും, നാം പ്ലാൻ ചെയ്തല്ല നമ്മുടെ മേജർ ചിന്തകൾ സംഭവിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ടൂൾ എന്ന് പറയുന്നത് ചിന്തയാണ്. അപ്പോൾ നാം പ്ലാൻ ചെയ്തല്ല ചിന്തിക്കുന്നത് അവിടെ. അപ്പം നമ്മൾ എന്തെങ്കിലും ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ, ഓട്ടോ സജഷൻ ആവട്ടെ, വിഷ്വലൈസേഷൻ ആവട്ടെ, അത്തരം ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ നാം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നു. അങ്ങനെ നാം പ്ലാൻ ചെയ്ത് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നു, എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിതാ ചിന്തിക്കാൻ പോകുന്നു എന്ന് അങ്ങനെ ചെയ്ത് പോലും അങ്ങനെ പ്ലാൻ ചെയ്ത് ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ പേരാണ് പ്രോഗ്രാംഡ് തിങ്കിങ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ബാക്കികൾ ഇനിയും വരുന്നുണ്ടാകും. ഏതായാലും പ്രോഗ്രാംഡ് തിങ്കിങ് നമുക്ക് കഴിയുന്ന സന്ദർഭങ്ങളിലെങ്കിലും, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, ഈ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ മ്യൂസിക്കൊക്കെ കേട്ട് പോകാം. അല്ല, നമ്മൾ മനസ്സിനെ മേയാൻ വിടുന്ന സമയങ്ങളിൽ, ബാത്റൂമിൽ ഇരിക്കുമ്പോഴൊക്കെ ഈ അടുത്ത 5 നിമിഷം ഞാൻ എന്ത് കാര്യമാണ് ചിന്തിക്കേണ്ടത് എന്നൊന്ന് പ്ലാൻ ചെയ്ത് ചിന്തിച്ചു നോക്കൂ. അത്ഭുതം ലൈഫിൽ സംഭവിക്കും. അതാണ് പ്രോഗ്രാംഡ് തിങ്കിങ്. അതിപ്പോൾ തന്നെ പറയാം, പ്രോഗ്രാംഡ് തിങ്കിങ് വിൽ ബ്രിങ് യു ഡിസൈഡ് റിസൾട്ട്. മിക്സഡ് തിങ്കിങ് വിൽ ബ്രിങ് യു മിക്സഡ് റിസൾട്ട്. മലയാളം, നാം അറിയാതെയുള്ള മിക്സഡ് ചിന്തകളാണെങ്കിൽ മിക്സഡ് ജീവിതം വന്നു ചേരുന്നു. പ്രോഗ്രാംഡ് തിങ്കിങ് ആണെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം വന്നു ചേരുന്നു. മിക്സഡ് തിങ്കിങ് വിൽ ബ്രിങ് യു മിക്സഡ് റിസൾട്ട്. പ്രോഗ്രാംഡ് തിങ്കിങ് വിൽ ബ്രിങ് യു ഡിസൈഡ് റിസൾട്ട്. മിക്സഡ് ചിന്തകളാണെങ്കിൽ മിക്സഡ് ജീവിതം ലഭിക്കുന്നു. പ്രോഗ്രാംഡ് ചിന്തകളാണെങ്കിൽ, നാം പ്ലാൻ ചെയ്ത ചിന്തകളാണെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം കൈവരുന്നു. 1000 കാതുകൊണ്ട് കേൾക്കുക, 1000 ഹൃദയം കൊണ്ട് ചിന്തിക്കുക, മനസ്സർപ്പിച്ച് ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങൾ നിത്യവും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കൊച്ചു മാറ്റങ്ങൾ വരും. അത് സ്വയം ആഴത്തിൽ ചിന്തിക്കുക. അത് കേട്ടാൽ തന്നെ, നിരന്തരം കേൾക്കുമ്പോൾ തന്നെ കൊച്ചു മാറ്റങ്ങൾ മീൻസ് അത് 1% മാറ്റം നിത്യം വരുത്തിയാൽ പോലും ഒരു വർഷക്കാലം കൊണ്ട് വരുന്ന മാറ്റത്തിന്
നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം വലിയ മാറ്റങ്ങൾ വരും. അത് സ്വയം ചിന്തിക്കുകയും കൂടെ ചെയ്താൽ ഇത്തരം കേൾക്കുന്ന കാര്യങ്ങൾ അതിൽ അവനവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന സത്യമെന്നും യാഥാർത്ഥ്യമെന്നും അവനവന് ബോധ്യമാകുന്ന കാര്യങ്ങൾ അവനവൻ കൂടെ ചിന്തിക്കുകയും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ലക്ഷക്കണക്കിന് കോടികൾ നേടിയ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അത് നിങ്ങൾക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും.